ഒരു കുടുംബം മുഴുവൻ നഷ്ടപ്പെട്ട ഒരു മനുഷ്യന്റെ ജീവിതത്തെ പറ്റിയാണ് ഇനി പറയാനുള്ളത്. മുണ്ടക്കൈ മസ്ജിദിന്റെ തൊട്ടടുത്തായിരുന്നു റിൻഷിദിന്റെ തറവാട്. 12 അംഗ കുടുംബത്തിലെ 11 പേരെയും ദുരന്തം കവർന്നെടുത്തു. 5 മൃതദേഹങ്ങൾ മാത്രമാണ് ഇതുവരെ ലഭിച്ചത്. ഇനിയും 6 പേരെ കണ്ടെത്താനുണ്ട്. മുണ്ടക്കൈയിൽ നിന്ന് സോണൽ കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നമ്മളുള്ളത് മുണ്ടക്കൈ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റാണ്. ഇപ്പോൾ 2 പേരെ നമ്മളിവിടെ എത്തുമ്പോൾ കണ്ടുമുട്ടുകയുണ്ടായി. ഇവരുടെ തറവാട് ഏകദേശം നമ്മൾ ഈ നിൽക്കുന്ന ഈ ഭാഗത്തായിട്ടാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ തറവാട് പൂർണ്ണമായി നഷ്ടപ്പെട്ട സ്ഥിതിയാണ്. ഒന്നുമില്ല, ഇപ്പോൾ ഒക്കെ പോയി. അതിലുള്ള 11 ആൾക്കാരുണ്ടായിരുന്നു, ഒക്കെ എല്ലാവരും പോയി. ഇപ്പോൾ അതിൽ 5 ആൾക്കാരെ കിട്ടി, ഇനി 6 പേരെ കിട്ടാനുണ്ട്. ഇപ്പോൾ 5 ദിവസമായില്ല, എന്നൊക്കെ ഒരാളും കിട്ടിയിട്ടില്ല. ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ? ഒരാൾ രക്ഷപ്പെട്ടിട്ടില്ല. 5 പേരെ കിട്ടി. അതും ഇവിടുന്ന് തന്നെ 2-3 ആൾക്കാർ കിട്ടിയിരിക്കുന്നു. പിന്നെ ചൂരമലൊക്കെ ആയിട്ട് അങ്ങനെയും കിട്ടിയിട്ടുണ്ട്. 11 പേരെ മിസ്സിംഗ്. 11 പേര്. അതിൽ ഇനി 6 പേരെ ഇനി കിട്ടാനുള്ളത്. ബാക്കി കിട്ടി. ബോഡി ആയിട്ടാണ് കിട്ടിയത്. മുൻപ് കോണ്ടാക്ട് ചെയ്യുക എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇത് പൊട്ടുന്ന സമയത്ത് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തിരുന്നു. ഒരു 1:36 ആകുമ്പോൾ ഞങ്ങൾ വിളിച്ച് പറഞ്ഞിരുന്നു ഇങ്ങനെ. ഞങ്ങൾ ചൂരമലയാണ് താമസം. അപ്പോൾ വിളിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട്, മാറിക്കോന്ന് പറഞ്ഞ് ശരി നോക്കട്ടെ എന്ന് പറഞ്ഞ് കട്ടാക്കി. അപ്പോൾ ഞാൻ അവിടെ എത്തി സാധനം. അപ്പോൾ ഞാൻ വാപ്പിമ്മി ഓടി രക്ഷപ്പെട്ട്. പിന്നെ വിളിച്ചപ്പോൾ എല്ലാവരും ഫോൺ സ്വിച്ച് ഓഫാ. പിക്ക് ചെയ്തിട്ട് സംസാരിച്ചത് അപ്പം മാറേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ അതേ നോക്കാന്നുള്ള രീതിയിൽ പറഞ്ഞത്. പക്ഷേ ഉറക്കത്തായിരുന്നു. നോക്കാന്നുള്ള പറഞ്ഞത് മുഴുവിപ്പിച്ചിട്ടില്ല. ബാക്കി പിന്നെ എന്താന്നുള്ളത് അത് ഇറങ്ങി ഓടിക്കണമെന്നുണ്ട്. ഒരു വേഗം കിട്ടി. വിളിച്ചിട്ടെടുത്തത് 2 പേരായിരുന്നു വിളിച്ചിട്ടെടുത്തത്. അവർ 2 പേരെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. 2 വിളിച്ചിട്ട് 2 ആൾക്കാരെ വിളിച്ചു. 2 ആൾക്കാരും പെട്ടെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. രക്ഷപ്പെട്ടിട്ടില്ല. പെട്ടെന്ന് തന്നെ ബോഡി പെട്ടെന്ന് കിട്ടിയായിരുന്നു. അങ്ങനെ തന്നെ ബോഡി ഇറങ്ങി ഓടി ഉണ്ടാവും. അതേക്ക് ഫസ്റ്റ് തന്നെ ഒരു ബോഡി അവിടെ നിന്ന് കിട്ടിയത്. ബാക്കിയുള്ളവർ പിന്നെ പറയാൻ കഴിയില്ല. ഒരു പോയിട്ടില്ലെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാവും. ചിലപ്പോൾ ഇവിടെ തന്നെ സെർച്ച് ചെയ്താൽ ചിലപ്പം കിട്ടും. 2 ഫ്ലോർ ഉണ്ട്, 2 നില വീടാണ്. ചിലപ്പോൾ ഇവിടെ തപ്പി കഴിഞ്ഞ് ചിലപ്പം കിട്ടും. പറ്റിയത് ഈ പള്ളി ഇവിടെ ഉള്ളത് കൊണ്ടാണ് സ്പോട്ട് നിർണ്ണയിക്കാൻ ഇവർക്ക് കഴിയുന്നത്. അവര് കൃത്യമായിട്ട് സ്പോട്ട് നിർണ്ണയിക്കാൻ വേണ്ടി അവർക്ക് കഴിയുന്നത്. ഇവിടെ പള്ളി ഉണ്ടായിരുന്നു, തൊട്ട് മുമ്പിലുള്ള പള്ളി. ഇവിടെ 3 വീടുകളുണ്ടെന്നാണ് ഇവർ പറയുന്നത്. 3 വീടുകളിലായിട്ട് 11 പേര്, ഒരു വീട്ടിൽ തന്നെ 11 പേരുണ്ടായിരുന്നു. അതിൽ 5 പേരുടെ അല്ലേ, 5 പേരുടെ ബോഡി കിട്ടിയിട്ടുണ്ട്. നീ കിട്ടാറുണ്ടോ? നിങ്ങൾ ഇവിടെ തിരയണം എന്നുള്ളതാണ് നിങ്ങളൊരു ആവശ്യമല്ലേ? തിരയണം എന്തായാലും. അപ്പോൾ 5 ദിവസമായിട്ട് ഭാഗം അത് തന്നെ കിട്ടിയിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള ഇത് കിട്ടാത്ത ഒരു ബോഡിയൊക്കെ വന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണ്ട്. അതിലൊന്നും ഇതാകില്ല. ഇനി ചിലപ്പോൾ ഇനി ഈ പരിസരത്ത് എവിടെയെങ്കിലും തപ്പി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. കാരണം 11 പേരെ ഇപ്പോഴും കാണാനില്ല എന്നുള്ളൊരു വാർത്തയാണ് അവരുടെ ബന്ധുക്കൾ പങ്കുവയ്ക്കുന്നത്. 5 പേരുടെ മൃതദേഹം മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. ഇനിയും 11 പേരെ ലഭിക്കാനുണ്ട് എന്നുള്ള സങ്കടകരമായ വാർത്തയാണ്. 1 നില വീട്. അപ്പോൾ നമുക്ക് ഈ ഒരു അപകടത്തിൻ്റെ ആഘാതം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും വിഷമം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഇവിടെ തിരയണം, ഹിറ്റാച്ചി എല്ലാം തന്നെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഇവിടെ തിരയണം എന്നുള്ളതാണ് ആ കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം. മുണ്ടക്കൈയിൽ നിന്നും പ്രശോഭിനൊപ്പം വി സോണൽ കൃഷ്ണ, ജനം, വയനാട്.